എല്ലാവർക്കും നമസ്കാരം. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പേപ്പറിനെ 90 ഡിഗ്രിയിൽ സ്ക്വയർ ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ഷോൾഡർ ഡൗൺ ചെയ്യണത് ഷോൾഡർ ലെങ്ത് ഡിവൈഡഡ് ബൈ 15, അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പം മിക്കവാറും എല്ലാത്തിനും 1 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ 1 ഇഞ്ച് വെച്ചാൽ മതി. ഷോൾഡർ ഡൗൺ ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഷോൾഡർ ഡൗൺ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ടക്ക് പോയിന്റ് മാർക്ക് ചെയ്യാം. അതും 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് പിന്നെ കിട്ടേണ്ടത്. അതായത് കൈക്കുഴി, ആം ഹോളിൻ്റെയും ചെസ്റ്റ് മാർക്ക് ചെയ്യുന്ന ആ പോർഷനും കൈക്കുഴി മാർക്ക് ചെയ്യുന്ന പോർഷനും ഒരേ അളവാണ്. ബാക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് മാർക്ക് ചെയ്യുമ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യുക. ഷോൾഡർ -1 ഇഞ്ച്. അതിനെ നമ്മൾ ഒരു ബോക്സാക്കി മാറ്റണം. ആദ്യം സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത് എടുക്കാം. ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഇനി ഫുൾ ഷോൾഡർ വയ്ക്കുന്നു. 1/2 ഇഞ്ച് നമ്മൾ കുറച്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് വെച്ച് ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞു തരാം. 36 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. 36 + 2 38 4 എടുക്കുമ്പോൾ 9.5 വരും. 9.5 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് മൈനസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വരച്ച വരയിലേക്ക് എത്ര ഇഞ്ച് ഉണ്ട് നോക്കുക. ആ അളവ് ഷോൾഡർ ഡൗണിൽ വെച്ചിട്ട് ആം ഹോളിൻ്റെ പകുതിയിൽ മാർക്ക് ചെയ്യുക. അതായത് 18 ആണെങ്കിൽ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇനിയാണ് അവിടെ ബോക്സ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് വെക്കേണ്ട പൊസിഷനും കിട്ടി, ആം ഹോളിൻ്റെ അളവും കിട്ടി. ഇനി ആ ലെങ്ത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. പകുതിയിൽ നിന്നാണ് നമുക്ക് താഴേക്കുള്ള ഷേപ്പ് കൊടുക്കേണ്ടത്. അതുപോലെ ആ പകുതിയിൽ നിന്ന് ഷോൾഡറിൻ്റെ സ്ലോപ്പിലേക്കും കൊടുക്കണം. പഞ്ച് കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ വരയ്ക്കാൻ വളരെ ഈസിയാണ്. അതല്ലെങ്കിൽ കൈകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കണം. ഇതാകുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും ഫ്രഞ്ച് സ്കെയിൽ ഉണ്ടെങ്കിൽ.
നമ്മൾ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മുടെ കൈക്കുഴിയുടെ ആം ഹോളിൻ്റെ കറക്റ്റ് അളവ് കിട്ടി. ഇനി കഴുത്ത് ഡിവൈഡഡ് ബൈ 5, ഏകദേശം 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതാണ് കഴുത്തിൻ്റെ അളവ് വരുന്നത്. അവിടെ നിന്നാണ് നമുക്കിനി ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. ഇനി അരവണ്ണം മാർക്ക് ചെയ്യുക. അത് 4/1. അതിൽ കൂട്ടാനും കുറയ്ക്കാനൊന്നുമില്ല. 30 ഇഞ്ചാണെങ്കിൽ 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. ഇനി ടെക്കിൻ്റെ അളവാണ് നമുക്ക് വയ്ക്കേണ്ടത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ചെസ്റ്റിൻ്റെ 10/1 വയ്ക്കേണ്ടത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് 37 ഇഞ്ചാണെങ്കിൽ 3.25 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യുക. ആ അളവ് നമുക്ക് ആവശ്യം വരും ഷോൾഡർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഷോൾഡർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും. ഇനി നമുക്ക് ഫ്രണ്ട് മാർക്ക് ചെയ്യാം. ബാക്ക് മാർക്ക് ചെയ്തു, കട്ട് ചെയ്തെടുത്തു. ഇനി വീണ്ടും നമ്മൾ സ്ക്വയർ മാർക്ക് ചെയ്യണു. 90 ഡിഗ്രിയിൽ സ്ക്വയർ മാർക്ക് ചെയ്യണു. അത് കഴിഞ്ഞ് ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് വയ്ക്കണം. അതുപോലെ ഷോൾഡർ സ്ലോപ്പ്, ഷോൾഡർ ഡൗൺ നമ്മൾ 1 ഇഞ്ചാണ് വെച്ചത് ബാക്കിന്. ആ 1 ഇഞ്ച് തന്നെ ഫ്രണ്ടിലും വയ്ക്കുക. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡറിനേക്കാൾ 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ഷോൾഡറിൻ്റെ അളവ് വയ്ക്കാൻ. കഴുത്ത് നേരത്തെ വെച്ചതുപോലെ 3 ഇഞ്ച് തന്നെ വയ്ക്കുക. ഷോൾഡർ ഡൗണിലേക്ക് 1 ഇഞ്ച് കുറച്ച് വയ്ക്കുക. അത് ബാക്കിനേക്കാളും, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രണ്ട് അളവും ബാക്ക് അളവും എടുത്തിരിക്കണം. ബോഡിമെന്ന് അളവ് എടുക്കുമ്പോൾ ഷോൾഡർ മുകൾ ഭാഗത്തുനിന്ന് ഉള്ള ഷോൾഡർ എടുത്തതിന് ശേഷം ഫ്രണ്ട് ഷോൾഡറിൻ്റെ അളവും ബാക്ക് ഷോൾഡറിൻ്റെ അളവും എടുക്കുക. ആ മാർക്കിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് വരയ്ക്കുക. അതിൽ നിന്ന് ആണ് നമ്മൾ പിന്നെ ഷോൾഡർ ഡൗണിൻ്റെ അവിടേക്ക് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നതും നമ്മൾ മാർക്ക് ചെയ്ത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് അതേ 9.5 ഇഞ്ച് മൈനസ് 3/4 ഇഞ്ച്. അത് കഴിഞ്ഞ് എത്രയാണോ കിട്ടുന്നത്, അത് കഴിഞ്ഞ് കിട്ടുന്നത് ഏകദേശം 2.25 ഇഞ്ച് കിട്ടും. അത് ഷോൾഡർ ഡൗണിൻ്റെ പോയിന്റിൽ വെച്ചിട്ട് ആം ഹോളിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ഇനി കഴുത്ത് 1/2 ഇഞ്ച്, ഇപ്പോൾ നമ്മൾ വരച്ച വരയിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടി സ്ലോപ്പ് ഡൗൺ ഇടുക.
അപ്പോഴാണ് അവിടെ ഷേപ്പ് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്ററിൽ നിന്ന് ഫ്രഞ്ച് കർവ് വെച്ച് ആം ഹോളിലേക്കും ഷോൾഡറിലേക്കും മാർക്ക് ചെയ്യാം. ഇനി ബസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുക, ടെക്ക് പോയിൻറ്റും മാർക്ക് ചെയ്യുക. ബസ്റ്റ് പോയിൻ്റ് 10.5 ഇഞ്ച് അത് വെച്ചു. അവിടുന്ന് 3.5 ഇഞ്ചാണ് താഴേക്ക് വെച്ചത്. അതല്ലെങ്കിൽ നമ്മൾ കപ്പ് കറക്റ്റായിട്ട് നിൽക്കില്ല. അതിന് വേണ്ടിയാണ് ടെക്ക് പോയിൻ്റിൽ നിന്ന് 3.5 ഇഞ്ച് അളവ് കൊടുത്തിട്ടുള്ളത്. അടിവശം നമ്മൾ മാർക്ക് ചെയ്തു. അത് സ്ട്രെയിറ്റ് 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. ചെസ്റ്റ് ബോക്സ് മാർക്ക് ചെയ്യുക. അതിലാണ് ചെസ്റ്റിൻ്റെ അളവ് വയ്ക്കേണ്ടത്. അവിടെ 9.5 ഇഞ്ച് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് ബസ്റ്റ് പോയിന്റിൽ വയ്ക്കേണ്ടത് ബാക്കിൽ എത്രയുണ്ടോ ബസ്റ്റ് പോയിന്റിൽ അതിൽ തന്നെ കഴിച്ച് ബാക്കിയുള്ള അളവാണ് നമുക്കിവിടെ വയ്ക്കേണ്ടത്. അതായത് 37 ഇഞ്ചാണെങ്കിൽ ബാക്ക് അളന്ന് നോക്കുക. ബാക്ക് അളന്ന് നോക്കുമ്പോൾ മിക്കവാറും 8.75 9ൻ്റെ ഉള്ളിലാണ് അത് കിട്ടുക.